സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് 3 മരണം. 13,600 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തിരുവനന്തപുരത്ത് ചികിത്സയിലിരുന്ന ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. തൃശൂരിൽ 7ാം ക്ലാസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പനിക്കു ചികിത്സ തേടിയത് 27,356 പേർ. ഇന്നു മാത്രം 13,600 പേർ ചികിത്സ തേടി. ഏറ്റവും കൂടുതൽ പനിബാധിതർ മലപ്പുറത്താണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 1000-ന് മുകളിലാണ് പ്രതിദിന പനിബാധിതർ. 164 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിനു പുറമെ 470 പേർ ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. ഡെങ്കി ബാധിതർ കൂടുതൽ കൊല്ലത്ത്. 52 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 45 പേർക്ക് H1N1-ഉം 24 പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു. ഇന്നലെ 225 പേർക്ക് ഡെങ്കിപ്പനിയും 20 പേർക്ക് എലിപ്പനിയും 38 പേർക്ക് മഞ്ഞപ്പിത്തവും 37 പേർക്ക് H1N1-ഉം സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 8 മരണങ്ങൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, H1N1, എലിപ്പനി എന്നിവ മൂലമെന്ന് ആരോഗ്യവകുപ്പ് ഇന്നും ഇന്നലെയുമായി സ്ഥിരീകരിച്ചു. ഒരാൾ വയറിളക്ക രോഗം മൂലം മരിച്ചതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 25-കാരന് ഇന്ന് കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസിയാണ്. ഇതോടെ തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2ആയി. മെഡിക്കൽ കോളേജിൽ 14 പേരും SAT ആശുപത്രിയിൽ 2ഉം ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ 6 പേരും കോളറ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. തൃശൂർ സ്വദേശിയായ 12 വയസ്സുകാരൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. തൃശൂർ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.